റിയൽമിയുടെ റിയൽമി നോട്ട് 60X എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോൺ ചില വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നോട്ട് 60X എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.74 HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ, അത് ശ്രദ്ധിക്കണം. പിന്നെ LCD പാനലുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 560 നിറ്റ്സ് ആണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിൽ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസറിന്റെയും പെർഫോമൻസിന്റെയും കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T612 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബേസ് വേരിയന്റിൽ 3GB റാമും 64GB ഇന്റർണലൊക്കെയാണ് വരുന്നത്. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ Type C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു ഫോൺ ഇപ്പം എവിടെയാണ് ലിസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ AliExpressൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിൻ്റെ വിലയായിട്ട് കാണിക്കുന്നത് 15,400 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെയാണ് വരുന്നത്. 15,000 രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും AMOLED ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G പ്രോസസ്സറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു 4G പ്രോസസ്സറേ വരുന്നുള്ളൂ. അതുമാത്രമല്ല വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പും ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാറ്ററിയുടെ കാര്യത്തിൽ നമ്മൾ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല ഇതിൽ വരുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലയൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഫീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. നമ്മളൊരു 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്ത്. ഈവൻ അതിലും താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ റിയൽമിയുടെ നാർസോ N സീരീസിലായിട്ടോ അല്ലെങ്കിൽ റിയൽമിയുടെ C സീരീസിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റിയൽമിയുടെ നോട്ട് 60X എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ചില വെബ്സൈറ്റുകളിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് അത്ര മികച്ച പ്രൈസിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും റിയൽമി നോട്ട് 60X എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.